സ്പോൺസർ അറിയാതെ ജോലി ചെയ്താൽ വിസ റദ്ദാകുന്നതാണ്. കൂടാതെ തൊഴിലുടമ അഥവാ കമ്പനി ഉടമയ്ക്ക് നഷ്ടമുണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും നഷ്ടമുണ്ടാക്കുകയും ചെയ്താൽ ജോലി പോകുന്നതാണ്. അതായത് നിലവിലുള്ള വിസ പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ചെയ്യാതെ മറ്റ് സ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്യുന്നത് തീർത്തും നിയമവിരുദ്ധമാണ്. അതുപോലെ തന്നെ ജോലിക്ക് കയറുന്ന സമയത്ത് ഫേക്ക് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യുന്നത്, അതായത് വ്യാജ രേഖകൾ നൽകുന്നത്, വേഷം മാറി ജോലിയിൽ പ്രവേശിക്കുന്നത്, അതുപോലെ തന്നെ തൊഴിലുടമയ്ക്ക് നഷ്ടമുണ്ടാകുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നത്, സ്വന്തം താല്പര്യത്തിന് വേണ്ടി പൊസിഷന് വേണ്ടിയിട്ടൊക്കെ ഓരോ കാര്യങ്ങളും മാറി മാറി ചെയ്യുന്നത്, ഇങ്ങനെ എല്ലാം ചെയ്താൽ തൊഴിലുടമയ്ക്ക് തീർച്ചയായും ഈ തൊഴിലാളികളുടെ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് ക്യാൻസൽ ചെയ്ത് പിരിച്ചുവിടാവുന്നതാണ്. കൂടാതെ എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിൽ കൊടുത്തിട്ടുള്ള ബേസിക് റൂൾസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തൊഴിലുടമയ്ക്ക് തീർച്ചയായിട്ടും ഈ തൊഴിലാളികൾക്ക് വാർണിംഗ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. 2 തവണ അവരെ വാൺ ചെയ്തിട്ടും വീണ്ടും ഇവർ ഇങ്ങനെയുള്ള വയലേഷൻസ് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഇവരെ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തിട്ട് പിരിച്ചുവിടാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിനോട് കൂടെ തന്നെ മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടി എടുത്തു പറയാനുണ്ട്. ജോലി സമയത്ത് ഉണ്ടാകുന്ന ലഹരി ഉപയോഗം തീർച്ചയായിട്ടും എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തിട്ട് തൊഴിലാളികളെ ജോലിയിൽ നിന്നും പിരിച്ചുവിടാനുള്ള ഓപ്ഷന് തൊഴിലുടമയ്ക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. ആൻഡ് മറ്റൊരു കാര്യം കൂടി എന്താണെന്ന് വെച്ചാൽ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള രഹസ്യങ്ങൾ പരസ്യമാക്കുന്നത് ആൻഡ് വർഷത്തിൽ 20 ദിവസത്തിൽ കൂടുതൽ ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലെല്ലാം തന്നെ തൊഴിലുടമയ്ക്ക് തീർച്ചയായിട്ടും തൊഴിലാളികളുടെ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തിട്ട് അവരെ ജോലിയിൽ നിന്നും പിരിച്ചുവിടാവുന്നതാണ്.